അനലിറ്റിക്സ് സ്ഥാപനമായ ആംബിയർ അനാലിസിസ് ചൊവ്വാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കൊറിയൻ ഡ്രാമകളും സിനിമകളുമാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. ആഗോള കാഴ്ചക്കാരുടെ എണ്ണത്തിൽ ഹോളിവുഡ് പ്രൊഡക്ഷനുകൾക്ക് പിന്നിൽ രണ്ടാമത്തെ സ്ഥാനമാണ് കൊറിയൻ കണ്ടന്റുകൾക്ക്. നെറ്റ്ഫ്ലിക്സ് വ്യൂയിങ് ഡേറ്റയെ അടിസ്ഥാനമാക്കി 2023 മുതൽ മൊത്തം നെറ്റ്ഫ്ലിക്സ് കണ്ട സമയത്തിന്റെ 8 മുതൽ 9% വരെ കൊറിയൻ കണ്ടന്റുകളാണ്. ഇത് US കണ്ടന്റുകളെക്കാൾ പിന്നിലാണ്, പക്ഷേ UK, ജപ്പാൻ എന്നിവയേക്കാൾ മുന്നിലുമാണ്. ആഗോള മാധ്യമ ഉപഭോഗത്തിൽ തന്നെ ഈ മാറ്റം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. പരമ്പരാഗതമായി UK ഉയർന്ന നിലവാരമുള്ള ഡ്രാമകൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ജപ്പാൻ അതിന്റെ ആനിമേഷനായി ശക്തമായ ആരാധകരെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്ലാറ്റ്ഫോമിലെ ആഗോള സ്ട്രീമിംഗ് സമയത്തിന്റെ കാര്യത്തിൽ കൊറിയൻ കണ്ടന്റുകൾ രണ്ടിനെയും മറികടന്നു. ഡേറ്റ പറയുന്നതനുസരിച്ച് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട 500 US ഇതര പ്രോഗ്രാമുകളിലും സിനിമകളിലും 85 അല്ലെങ്കിൽ 17% കൊറിയൻ കണ്ടന്റുകളാണ്. 2023 രണ്ടാം പകുതിയിൽ 619 ദശലക്ഷത്തിലധികം സ്ട്രീമിംഗ് മണിക്കൂറുകൾ നേടിയ സ്ക്വിഡ് ഗെയിം സീസൺ 2, റൊമാൻറ്റിക് ഡ്രാമ ലവ് നെക്സ്റ്റ് ഡോർ, പാചക റിയാലിറ്റി ഷോ കൾണറി ക്ലാസ് വാർസ് എന്നിവ പോലെയുള്ള പ്രധാന ഹിറ്റുകളായിരുന്നു. സ്ക്വിഡ് ഗെയിം സീസൺ 1, ക്വീൻ ഓഫ് ടിയേഴ്സ്, ക്രാഷ് ലാൻഡിംഗ് ഓൺ യു എന്നിവ പോലുള്ള സീരീസ് സ്ഥിരമായ ആഗോള കാഴ്ചക്കാരെ നിലനിർത്തുന്നതും തുടരുന്നു. കൊറിയയുടെ സുസ്ഥിരമായ ഉള്ളടക്ക നിർമ്മാണവും ലൈസൻസിംഗ് തന്ത്രങ്ങളുമാണ് ഈ സ്ഥിരമായ വിജയത്തിന്റെ കാരണം. 2023 രണ്ടാം പകുതിയിൽ നെറ്റ്ഫ്ലിക്സിന്റെ ആഗോള ടോപ്പ് 100 കൊറിയൻ ടൈറ്റിലുകളിൽ പകുതിയിലധികം നെറ്റ്ഫ്ലിക്സിന്റെ ഒറിജിനലുകളായിരുന്നു. 31% പ്ലാറ്റ്ഫോം എക്സ്ക്ലൂസീവുകളുമായിരുന്നു. 2028 കൊറിയൻ കണ്ടന്റിൽ മാത്രം $2.5 ബില്യൺ നിക്ഷേപിക്കുമെന്ന നെറ്റ്ഫ്ലിക്സിന്റെ പ്രതിജ്ഞയും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. നിലവിലെ കൊറിയൻ കണ്ടന്റുകളുടെ കയറിപ്പോക്ക് നിലനിർത്താൻ ഈ ഫണ്ടിംഗ് സഹായിക്കും. സ്ക്വിഡ് ഗെയിം കിങ്ഡം തുടങ്ങിയ ബ്രേക്ക്ഔട്ട് ഹിറ്റുകളിലൂടെ മാത്രമല്ല, ശക്തമായ കാഴ്ചക്കാരെ സ്ഥിരമായി ആകർഷിക്കുന്നതിലൂടെ കൊറിയൻ കണ്ടന്റ്സ് നെറ്റ്ഫ്ലിക്സിന്റെ ആഗോള വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.